ഞാൻ ഈ അവസരത്തിലേക്ക് വരുന്ന സമയത്ത് പാൽ കോളേജ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ ബെൽനിസാറുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ഈ ഒരു ബിസിനസ്സിൽ എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. 2007 മുതലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായിട്ടുള്ള ശ്രീധരൻ സാർ, ITC ലീഡർ ശ്രീധരൻ സാറൊക്കെയാണ് ഈ അവസരത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സുരേഷ് പൊന്നണ്ണ സാറുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ബിസിനസ്സിൽ STC റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. വളരെ പെട്ടെന്ന് STC ആയതൊന്നുമല്ല. ഒരുപാട് ശ്രമങ്ങൾ, ഒരുപാട് പൊരുതലുകൾ, ഒരുപാട് പോരാട്ടങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. പുതുതായിട്ട് വരുന്നവരോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഏതായാലും ടീം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ടീം വളരെ എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏജിൽ എന്നല്ല, എൻ്റയർ മൈ ലൈഫ് തന്നെ വളരെ ഫാസ്റ്റായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്. കാരണം നമുക്കറിയാം, നമ്മൾ നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, അതുപോലെ തന്നെ വിഷു, അങ്ങനെയുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞു. പിന്നെ കണക്കെടുപ്പിന്റെ മാസം, സാമ്പത്തിക വർഷം, അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന ചെറിയൊരു പോരായ്മകൾ, അല്ലെങ്കിൽ ബേക്കോട്ട് പോക്ക്, ഈ ഒരു സമയത്താണ് ഈ ഒരു ടീമിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 3 വ്യക്തികൾ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന റഷീദ് 10,000 എന്ന് പറയുന്ന മാജിക്കൽ ഫിഗർ അച്ചീവ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇത് എൻ്റെ മൈ ലൈഫ് തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലുള്ള ഒരുപാട് ആൾക്കാർ മിനി സീലിംഗ് അച്ചീവറായിട്ടും പെർഫോമൻസ് ബോണസ് അച്ചീവർമാരായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതിന്റെ പിന്നിലൊക്കെ എങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനമായി നമുക്കൊരു ഗോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം വളരെ നല്ല രീതിയിൽ കോൺഫിഡൻസ് നിലനിർത്താൻ കഴിയും. അപ്പോൾ ഇപ്പോഴും നമ്മൾ 10, 15, 20, 25, നിങ്ങൾ എത്രയാണോ ടാർഗറ്റ് വെച്ചത് അത്രയും പേരെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അരയും തലയും ഉറക്കി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള 2 or 3 ദിവസം, ഇന്ന് 7-ാം തീയതിയാണ്, 8, 9, 10-ാം തീയതിയാണ് പരിപാടി. ഈ 2 ദിവസം നിങ്ങൾ എല്ലാം മറന്നുകൊണ്ട്, മറ്റെല്ലാ പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട്, നമുക്ക് കല്യാണം ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടുകൂടൽ ഉണ്ടാകും, അതുപോലുള്ള പല പരിപാടികളുണ്ടാകും. ഈ പരിപാടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ 2 ദിവസം നിങ്ങളുടെ ടീമിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ പുതുതായിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. നമ്മൾ 25 ആളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകും, അവരെ വിളിച്ചിട്ടുണ്ടാകും, അവരോട് ഒരുപക്ഷെ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഞാൻ തീർത്ത് പറയാണ്, 10-ാം തീയതി ആകുന്ന സമയത്ത് അവരോട് നിങ്ങൾ ക്യാഷ് വാങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ ഒരു 25% മാത്രമേ അവിടെ എത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും വിരൽ കടിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പ്രോഗ്രാം ഒരു ഒരു പകുതിയാകുന്ന സമയത്ത്, അവിടെയുള്ള ആ ഒരു ആവേശം നമ്മൾ കാണുന്ന സമയത്ത്, എന്നെ ഇന്ന ആളെ പങ്കെടുപ്പിക്കാമായിരുന്നു, ഇന്ന് പണിയെടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന ആളെ പങ്കെടുപ്പിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഹാളിൽ വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ എത്തിക്കണം എന്നുള്ള ഒരു കുലങ്കഷമായ ഒരു ചർച്ച ഇനിയും നിങ്ങൾ നടത്തിയിട്ട്, ആ പറയുന്ന നിങ്ങളുടെ ലിസ്റ്റിലുള്ള നിങ്ങളുടെ പുതിയ പുതിയ വ്യക്തികളെ ഇനിയും ചേർക്കാനുണ്ടെങ്കിൽ, ഇനിയും ലിസ്റ്റിൽ നിങ്ങൾക്ക് ആളെ ചേർക്കാനുണ്ടെങ്കിൽ അവരെ കൂടി ചേർത്തുകൊണ്ട്, അവർക്ക് ടിക്കറ്റ് നൽകിക്കൊണ്ട്, മുൻകൂട്ടി പൈസ വാങ്ങുക എന്ന് പറയുന്നത് ഒരു 50% ആൾക്കാരും വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൂടി അവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്തുകൊണ്ട് പരിപാടിയുടെ ആവേശം അവരോട് പറഞ്ഞുകൊണ്ട്, അതിന്റെ നന്മ പറഞ്ഞുകൊണ്ട്, അതിന്റെ സാധ്യത പറഞ്ഞു കൊടുത്തുകൊണ്ട്, പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന്റെ സാധ്യത പറഞ്ഞു കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പുതിയ ആൾക്കാരെയും ആ പ്രോഗ്രാമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിയിരിക്കണമെന്നാണ്
ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ പറഞ്ഞു ഗോളുകൾ എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ 10-ാം തീയതി, മെയ് 10-ാം തീയതിയാണ്. ഈ 10-ാം തീയതി ആ ഗോള് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും. ആ 10-ാം തീയതി ആകുന്ന സമയത്ത് ഞാൻ ഇന്ന ലക്ഷ്യങ്ങൾ മറികടക്കും, ഞാൻ ഇന്ന റാങ്ക് മറികടക്കും എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും. കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് നോ ബോസ് ബിസിനസ് ആണെന്ന് നമുക്കറിയാം. ഒരാളും നമ്മളെ പ്രത്യേകിച്ച് കൂടുതൽ ശകാരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാനോ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ ലാഗ് ചെയ്ത് പോവാണ് പലപ്പോഴും. പല സമയങ്ങളിലായിട്ട് ലാഗ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഗോള് നിശ്ചയിക്കുക, സ്വന്തമായിട്ടൊരു ലക്ഷ്യം നമ്മൾ കാണുക. നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എപ്പോഴാണോ നിങ്ങൾ ഡേറ്റ് തീരുമാനിക്കുന്നത്, ആ അതിനെയാണ് നമ്മൾ ഗോൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വീട് നിർമ്മിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്തോ നമ്മൾ എനിക്ക് ഞാനൊരു വീട് ഉണ്ടാക്കുന്നുണ്ട്, ഞാനൊരു വീട് ഉണ്ടാക്കും എന്ന് പറഞ്ഞത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരിക്കലും ആ വീട് എപ്പോൾ നിർമ്മിച്ചു കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ പറയാണ് 2026 ആഗസ്റ്റിൽ അല്ലെങ്കിൽ 2026 ഇന്ന ഡേറ്റിന് ജൂലൈ 12-ന് ഞാൻ ഒരു വീട്ടുകൂടൽ നടത്തും, വീട് എന്തൊക്കെ നിർമ്മിക്കുമെന്ന് പറയുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഗോള് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സമയമാകുമ്പോഴേക്ക് സമയം എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ തിരക്കിലേർപ്പെട്ടുകൊണ്ട് ആ ഡേറ്റ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. അതുപോലെയാണ് ഈ പറയുന്ന മെയ് 10-ാം തീയതി ഇതേ അവസ്ഥ. ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ നമ്മുടെ MC സൂചിപ്പിച്ചതുപോലെ കമ്പനി വെച്ചിട്ടുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലാൻഡ് വിന്നറാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തായ്ലാൻഡ് വിന്നിങ് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൃത്യമായ ഒരു ഗോള് വെച്ചത് കൊണ്ടാണ്. ഒരു ഗോള് നമ്മുടെ മുമ്പിൽ വെക്കുമ്പോഴാണ് നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് 4-നാണ് മാർച്ച് 8-ാം തീയതിയാണ് നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ അവസാന ദിവസം എന്ന് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു കമ്പനി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തേക്കായാൽ മതി എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ അതിനിടക്ക് വെച്ച് MI ഉത്സവ് സീസൺ 5 എന്ന് പറയുന്ന ശൈലേഷ് സാർ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമുക്കറിയാം. ആ പ്രോഗ്രാമിലേക്ക് ആകണമെന്നുള്ള ഒരു ലക്ഷ്യബോധം എനിക്കുണ്ടായിരുന്നു. ആ ലക്ഷ്യബോധം വെച്ചുകൊണ്ട്, ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഓടിയത് കൊണ്ട് ഓരോ ആഴ്ച കഴിയുന്തോറും എത്ര ബിസിനസ് വോള്യം കുറവുണ്ട്, എത്ര ബിസിനസ് വോള്യം ഇനി ആവശ്യമുണ്ട് എന്നിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും അതിനു വേണ്ടി ഓടിയിട്ടുണ്ട്. ഓരോ ദിവസവും ടാർഗറ്റുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക്, അടുത്ത മാസത്തേക്ക് ഇത്ര വേണമെന്നുള്ള കൃത്യമായ ഒരു അളന്ന് മുറിച്ചുകൊണ്ടുള്ള ഒരു ടാർഗറ്റ് വെച്ചത് കൊണ്ടാണ് തായ്ലാൻഡ് വിന്നിങ് എനിക്ക് നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ കൃത്യമായ ഒരു അളവുകോല് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ വരാൻ പോകുന്ന ഒരുപാട് പദ്ധതികളെ കുറിച്ച് നേരത്തെ ബെൽനി സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ലീഡേഴ്സ് മുഖേന നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതായാലും പിന്നെ ജൂലൈ 12 എന്ന് പറയുന്ന ഡേറ്റിന് നമ്മുടെ ബെൽനി സാറ് വലിയൊരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോവാണ്. അത് ആദ്യത്തെ പദ്ധതി എന്ന രീതിയിലാണ് ജൂലൈ 12 DTC ഡേ എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം, ഒരു വലിയ ഇവന്റ്. നേരത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ അറിയാം, ബെൽനി സാറ് ബ്രോൺസ് ഡേ എന്ന് പറഞ്ഞിട്ട്, ബ്രോൺസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിൽവർ സെലിബ്രേഷൻ, സ്റ്റാർ, അതുപോലെ റൂബി, കോർഡിനേറ്റർ, ഇങ്ങനെ വരുന്ന സെലിബ്രേഷൻ നടത്തിയതായിട്ട് നേരത്തെ നമുക്കറിയാം. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഓളം, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആവേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വലിയ ബിസിനസ് വോള്യം കൂട്ടാൻ ആ ഒരു പ്രോഗ്രാമുകൾ, ഇവന്റുകൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ അതിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള വലിയൊരു ഇവന്റിനെ കുറിച്ചാണ്, വലിയൊരു പദ്ധതിയുമായിട്ടാണ് ബെൽനി സാർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ജൂലൈ 12 എന്ന് പറയുന്ന ആ ഡേറ്റിന് നമ്മുടെ DTC സെലിബ്രേഷൻ നടക്കുക. ഈ സമയത്ത് ബെൽനി സാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇന്ന് നിലവിൽ TC ആയവർക്കോ ATC ആയവർക്കോ ഒക്കെ ആ ദിവസമാകുമ്പോഴേക്ക് DTC ആവാനുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ നടത്തിയാൽ, കൃത്യമായി അളന്ന് മുറിച്ച് നിങ്ങൾ പ്ലാനിങ് നടത്തിയാൽ
അപ്പൊ ഇന്ന് ടി.സി ആകുന്ന ആളായ ഒരു 3,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇനി വേണ്ടത് 4,50,000 ബിസിനസ് വോളിയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 4,50,000 ബിസിനസ് വോളിയത്തിന് എത്ര വേണമെന്ന് ചോദിച്ചാൽ ഏകദേശം 6,00,000 ക്യാഷ് വേണം. ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുക. 4,50,000 ബിസിനസ് വോളിയം വേണം. ഇന്ന് 3,00,000 ബിസിനസ് വോളിയം ഉള്ള ഒരു വ്യക്തിക്ക് ഡിടിസി ആവാൻ 7,00,000 വേണ്ടത്. 7,00,000ത്തിന് 4,50,000 കൂടി ബിസിനസ് വോളിയം വേണം. അങ്ങനെയാണെങ്കിൽ എത്ര ക്യാഷ് വേണമെന്ന് അതിനെ ക്യാഷിലേക്ക് മാറ്റി നോക്കുക. ഇന്ന് മെയ് 7-ാം തീയതിയാണ്. ജൂലൈ 12 ആകുമ്പോഴേക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് നോക്കുക. ഏകദേശം 2 മാസം. ജൂൺ, ജൂലൈ 2 മാസവും 5 ദിവസമാണ്. ഏകദേശം 65, 64 ദിവസമാണ്. അപ്പൊ നമ്മൾ ഈ 4,50,000 64 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ കയറ്റേണ്ട ബിസിനസ് വോളിയം നമുക്ക് ബിസിനസ് വോളിയം എത്രയാണെന്ന് മനസ്സിലാവും. ക്യാഷിലേക്ക് മാറ്റിയാൽ എത്ര ക്യാഷ് വേണം നോക്കും. അങ്ങനെ ഓരോ ദിവസവും ആദ്യത്തെ ആഴ്ച ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് അതിന്റെ ഡബിൾ ഉണ്ടാക്കി അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ആ ദിവസം ഡിടിസി ആവാനുള്ള ഒരു വഴി ഇവിടെ ഉണ്ട്. ഇന്ന് ടി.സി ആയവർക്കും എ.ടി.സി ആയവർക്കും ഒക്കെ ഇത് സാധ്യമാണ്. ഇനി തുടക്കക്കാർക്കും സാധ്യമാണ്. അവരുടെ ഉള്ളിലെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ആ രീതിയിലേക്ക് മാറാൻ പറ്റും. ഇനിയില്ല ഡിടിസി ആവാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്നൊരു ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അന്ന് ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് ടി.സി ആവാൻ പറ്റുമെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ഒരു ടാർഗറ്റ് നിങ്ങൾ വെച്ചുകൊണ്ട് ജൂലൈ 12-ന് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഒരു റെക്കഗ്നേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജൂലൈ 12 എന്നുള്ള ഡേറ്റ് നമ്മൾ ഓർമ്മിച്ച് വെച്ചുകൊണ്ട് അവിടെ ഇനിയുള്ള 2 കട്ട് ഓഫ് ഡേറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ ആഘോഷമാക്കി മാറ്റാൻ പറ്റും. ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ പിന്നെ ZTC ഡേ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരി 2026 ഫെബ്രുവരി 26-നാണ് ഇതിന്റെ ഏറ്റവും സമാപനം. അതായത് ഫെബ്രുവരി 16-ന് അങ്ങനെയാണ് 14-നാണ് വരുന്നത് STC ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഡിടിസിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഒരു ATC ഒക്കെ ആയി നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഇനി എപ്പോ DTC ആവണം, എപ്പോൾ ZTC ആണോ, എപ്പോൾ STC ആണോ ഒരു ധാരണ ഉണ്ടാവും. ആ ധാരണ ഇല്ലാത്തതിനാണ് കൃത്യമായിട്ടൊരു ഗോള് സാർ നമുക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ STC റാങ്കിലേക്ക് ഫെബ്രുവരി 14-നേക്ക് ആവുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് നമ്മുടെ മുമ്പിൽ. ഇനി നമ്മളിപ്പോൾ ഇന്ന് TC ആയ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ഒരാൾ DTC ഡേയിലേക്ക് DTC ആവാൻ പറ്റിയില്ല. ഒരു ടച്ചിങ് ആയിട്ടേ ഉള്ളൂ. ഒരു 7,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അവർക്ക് കൃത്യമായിട്ട് അടുത്ത ZTCയിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് ഫെബ്രുവരി 14-നേക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് STC ആവാൻ അവർക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വാശിയോടുകൂടി അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും അവിടെ കൃത്യമായി നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാനും അവിടെ വലിയ അച്ചീവ്മെന്റിലൂടെ നമ്മുടെ ടീമിന് വലിയ കോൺഫിഡൻസ് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഇപ്പോൾ DTCയിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോൾ STC ആണെന്ന് ഒരു ധാരണ ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. കാരണം നമ്മൾ വെറും സാധാരണക്കാരനാണ്. ഒരു ഗോളോ അല്ലെങ്കിൽ ഗോൾ സെറ്റിങ്ങോ വെക്കാത്ത പലരുമാണ് നമ്മളെങ്കിൽ സ്വാഭാവികമായിട്ടും എപ്പോഴാണ് STC ഡേ അല്ലെങ്കിൽ STC ആവേണ്ടത് എന്നുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പം കൃത്യമായൊരു ഗോള് നമ്മൾ സ്വന്തമായി വെക്കണമെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. ഇവിടെ ആയാലും നമുക്കറിയാം ബോസ് ഇല്ലാത്ത ഒരു പരിപാടിക്കും അല്ലെങ്കിൽ ഒരു പദ്ധതിയും ഒരിക്കലും വിജയിക്കാറില്ല. ഇവിടെ ബോസ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ബെന്നി സാറെ പോലെയുള്ള നമ്മുടെ മെന്റർമാർ അങ്ങനെയുള്ള ലീഡേഴ്സ് നമുക്ക് കൃത്യമായിട്ടൊരു ഫോഴ്സ് നൽകുന്നത് കൊണ്ടാണ്, ഒരു സ്ട്രെസ് നൽകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ലാഗ് പോകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ബോസിന്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി ആരാണോ, നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈൻ ലീഡർ ആരാണോ അദ്ദേഹം പറയുന്നത് കൃത്യമായി നമ്മൾ സ്വീകരിക്കുക, അദ്ദേഹത്തിന്റെ ശാസനകൾ സ്വീകരിക്കുക, അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കുന്ന സമയത്ത്
അവിടെ ഒരു ഈഗോ വർക്കൗട്ട് ആവാതെ ഞാൻ എന്നേക്കാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്, അതല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ അദ്ദേഹം അത്ര ആം, പോരാ, അല്ലെങ്കിൽ എൻ്റെ അപ്ലൈൻ ലീഡർ ഒരു AD ലീഡറാണ്, അല്ലെങ്കിൽ എൻ്റെ അത്ര കഴിവൊന്നും ഇല്ലാത്ത ആളാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈഗോ വർക്കൗട്ട് ആകുമ്പോൾ ഒരു സമയത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഏകദേശം 75 പേരെ ഞാൻ കാണുന്നു. 75 പേരുണ്ട്. ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ഓരോരുത്തരും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണ് ഈഗോ, ഈഗോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്ലക്സ്, ഈഗോ ഇല്ലാത്തവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്യും? ഈഗോ ഇല്ലാത്തവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒന്ന് ചെയ്യാവോ? ഒന്ന് തമ്പ് ചെയ്യാവോ? തമ്പ് ചെയ്യുന്ന അറിയില്ലേ? ഈഗോ ഇല്ലാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? നമ്മൾ ഈഗോ എങ്ങനെ വർക്കൗട്ടാ ഒരാൾ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ ബാലകൃഷ്ണൻ സ്വാഭാവികമായിട്ടും ആ, മുഹമ്മദ് സാർ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മള് ഈഗോ ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഈഗോ. നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാ. കാരണം എനിക്കൊരു ഈഗോ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമുക്ക് ഈഗോ ഉണ്ട്. എനിക്ക് ഈഗോ ഉണ്ട് എന്ന് പറയുന്നവരാണ് ഈഗോ ഇല്ല. അതായത് ഇല്ല ഞാൻ വളരെ ശുദ്ധനാണ് എന്ന് പറയുന്നത് അത് ഈഗോ ഉള്ള ആൾക്കാരാണ്. അപ്പോ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടുള്ളൂ. അപ്പോ എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഒരു സംഭവം ഇല്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, മറ്റുള്ളവരേക്കാൾ കുറച്ചുകൂടി ഉഷാറുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഓനേക്കാൾ കഴിവുള്ള ആളാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ യാഥാർത്ഥ്യങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. അപ്പോ നമ്മൾ GTS കേൾക്കുന്ന സമയത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട്. ഇന്ന് നാട്ടിലെ ഒരുപാട് കമ്പനികളുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട്. നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഇതിനെങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഒന്നാമത്തത്, നമ്മളൊരു കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതായത് ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്വാഭാവികമായിട്ടും നമ്മള് GTS പറഞ്ഞു പോകുമ്പോൾ അതങ്ങനെ കേട്ട് പോകുക എന്നല്ലാതെ അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ആലോചിക്കാറില്ല. ഇപ്പൊ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? ചെയ്യാൻ എളുപ്പമുള്ളത്. സത്യത്തിൽ നമ്മളെ ഈ ബിസിനസ് ചെയ്യാൻ എളുപ്പമുള്ളതാണോ, അതല്ലെങ്കിൽ വിഷമമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചില്ല. ചിലരുടെ അഭിപ്രായത്തിൽ അത് ഉണ്ട് എന്ന് തന്നെയാണ്, ചിലരുടെ അഭിപ്രായത്തിൽ എളുപ്പമാണ് എന്നുള്ളതാണ്. ആരാണോ ഇതിനെ ഇഷ്ടപ്പെടുന്നത് അവർക്കിത് എളുപ്പമാണ്. നമ്മൾ ഏത് മേഖല എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു മേഖല, നമ്മൾ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും. ആ മേഖലയിൽ നമ്മൾ എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ നമുക്കത് എളുപ്പമാണ്. നമ്മളൊരു പഞ്ചായത്ത് ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ്, അവിടെ നമ്മൾ ആസ്വദിച്ച് ചെയ്യാണ്, നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പമാണ്. എന്നും രാവിലെ പോകാനുള്ള ആവേശം ഉണ്ടാവും. എന്നും വൈകിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് അവിടുത്തെ ഓവർ വർക്കൊക്കെ, അഡീഷണൽ വർക്കൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതല്ലാതെ നമ്മൾ അതിങ്ങനെ മടുത്ത് മടുത്ത് ചെയ്യുകയാണെങ്കിൽ, വെറുപ്പോടെ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് എളുപ്പമാവില്ല. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എപ്പോഴാണോ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്നത് ആ സമയത്താണ് നമുക്ക് ഈ എളുപ്പമായിട്ട് വരുന്നത്. സത്യത്തിൽ എളുപ്പം തന്നെയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് വളരെ എളുപ്പമാണ്. കാരണം എന്താ? നമ്മൾ നേരത്തെ ചെയ്ത മേഖലകളിലും വളരെ പ്രയാസപ്പെട്ടതാണ്. വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങളും ബോസിന്റെ ഒക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ബിസിനസ് എന്ന് പറയുന്നത് എളുപ്പം ചെയ്യാനുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ഈ ബിസിനസ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബിസിനസ്സിൽ നമ്മൾ എന്താ വേണ്ടത്? ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് തുടക്കത്തിൽ കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടണം, അല്ലെങ്കിൽ വാങ്ങണം. ഇപ്പൊ സാധാരണ എല്ലാവരുടെയും മൈൻഡിൽ, പുതുതായിട്ട് കേൾക്കുന്നവരുടെ മൈൻഡിൽ എന്താ ഉണ്ടാവുക പറഞ്ഞാൽ ഇതിലെന്തോ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, തുടങ്ങാൻ ഒരു 5000 രൂപ വേണ്ടേ, തുടങ്ങാൻ ഒരു 5000 രൂപ വേണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റ്. സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലേക്ക്
അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ, നിങ്ങൾക്ക് ഇന്നേ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിന്റെ ആ ഒരു എമൗണ്ട് 10,000 15,000 രൂപ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നേരെ മറിച്ച് അവരെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 15,000 റുപ്യ എന്ന് പറയുന്നത് തൽക്കാലം നമ്മളെ കയ്യിലില്ല എന്ന് പറയും. അവിടെ ആ വീട്ടില് നമ്മള് പരിശോധിക്കുക. വീട്ടിൽ ഒരു 5 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ കവചപ്രാശം വളരെ അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിന്നെ ആന്റി അലർജി അങ്ങനെയുള്ള അവരുടെ പ്രയാസങ്ങൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീം, അതുപോലെ തന്നെ 2 3 വൂണ്ട് ഹീലിംഗ് ആഡ് ചെയ്ത് അങ്ങനെ നൊവേദന ജെല്ല്, പേസ്റ്റ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വളരെ അത്യാവശ്യമായിട്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ഇത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണം ചെയ്തു കഴിഞ്ഞാൽ അവിടെ 10,000 15,000 റുപ്യ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകളാണ് ആവശ്യമുള്ളതാണ്. ഇനി അവിടെ എന്തോ ചെറിയ പ്രയാസങ്ങളുണ്ട്, ഒരു അസുഖമുണ്ട്, ഒരു ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ നമ്മള് 2000 3000 റുപ്യന്റെ പ്രൊഡക്റ്റ് ഒരാൾക്ക് തന്നെ ആവശ്യമുണ്ടാവും. അങ്ങനെ നമ്മള് അവരുടെ ആവശ്യത്തിന് വേണ്ട പ്രൊഡക്റ്റായിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കവിടെ ആ ഒരു സൈസ് ക്ലോസിംഗ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ സത്യമാണ്. നമ്മൾ എപ്പോഴാണ് അത് വിഷമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ അവർക്കൊരു പ്രയാസവും ഇല്ലാന്ന് നമുക്ക് തോന്നുകയാണ്. അവരും പറയാണ് ഞങ്ങൾക്ക് പ്രത്യേക അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ആവശ്യമില്ല. ഇനി തൽക്കാലം വാങ്ങാനുള്ള പൈസയില്ല. ഇന്നിങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അവിടെയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എടുത്ത് ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടോ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മള് അദ്ദേഹത്തെ ബിസിനസ്സിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുന്ന സമയത്ത് അവരെ ഒരു ഹോം മീറ്റിംഗ് വെക്കുക. ആ ഹോം മീറ്റിംഗില് തൊട്ടടുത്ത ആൾക്കാരെ വിളിച്ചു വരുത്തി അവിടെ ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ആ സമയത്ത് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷം, വളരെ ആവേശം വരും. അവരിൽ നിന്ന് പലരും ബിസിനസ്സിലേക്ക് വരും. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ഈ പണി നമ്മൾ ചെയ്യണം. ഈ പണി ചെയ്യലാണ്. അപ്പൊ നമ്മൾ മറ്റ് മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇതിനേക്കാൾ എത്രയോ പ്രയാസമുള്ള മേഖലയാണ് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. ഇത്രയും ഇത്രയും എന്തില്ല ഇത്രയൊന്നും പണി മറ്റൊരു മേഖലയും ഞാൻ കാണാറില്ല. അപ്പൊ അങ്ങനെ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ അവര് ഹോം മീറ്റിംഗ് നടത്തി അവിടെ കുറച്ച് സെയിൽസ് നടന്നു. അങ്ങനെ അവരുടെ റീപർച്ചേസ് നടന്നു. അങ്ങനെ നമ്മളൊരു വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. അങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരവസരമാണ് ഈ അവസരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ അവസരത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ ആഹ് നമ്മളെ കയ്യിലുള്ള അവസരം ഏറ്റവും വലിയ അവസരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അവസരമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മള് വളരെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നുള്ളതാണ്. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു വളരെ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഒരു യാത്ര പുറപ്പെട്ട ഒരു സംഘം. അവര് ആ രാജ്യത്തെത്തിയപ്പം അവിടെയുള്ള ജനങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാല് ഇങ്ങനെ അവരുടെ കയ്യിലൊരു കല്ലുണ്ട്. കല്ല് വെച്ചാൽ വളരെ നല്ല തിളങ്ങുന്ന ഒരു കല്ലാണ്. ആ കല്ല് അവരുപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുകയാണ്. അതൊരു വിലയില്ലാതെ കാണുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അവര് പട്ടിണിയായിട്ട് ഭക്ഷണത്തിന് വേണ്ടി കേയുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു വകുപ്പുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യാണ്? തേങ്ങിക്കരയുന്ന അവസ്ഥ കാണുകയാണ്. അപ്പൊ ഈ യാത്രാസംഘം നോക്കുമ്പോ അവരുടെ കയ്യിലുള്ള ആ ഒരു വെള്ളക്കല്ല് കണ്ടപ്പോ എന്താണ് ആ കല്ലിന് എന്തോ പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ കല്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആ കല്ല് ശേഖരിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് അതിന് പഠിക്കാൻ അതിന്റെ ഒരു റിസർച്ച് നടത്താൻ വേണ്ടി പോയി. അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കല്ലുകളാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ്.
ഈ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കല്ലുകളാണ് ആ കല്ലുകൾ കയ്യിൽ ഉണ്ടായിട്ട് പോലും അവർ ഭക്ഷണത്തിന് വേണ്ടി തേങ്ങയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള MI ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ മറ്റു പല മേഖലകളെ കുറിച്ച് ആലോചിക്കുകയാണ്. എനിക്ക് വരുമാനമില്ല, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തൊഴിൽ കിട്ടണം. ആ തൊഴിലിന്റെ കൂടെ മൈ ലൈഫ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മൾ ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുക്കും എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മള് ഒരു കമ്പനിയെ ചൂസ് ചെയ്യുമ്പോൾ ഒന്നാമത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് അറിയാം. മാത്രമല്ല നമുക്കറിയാം ഈ ബിസിനസ്സിൽ വിജയിക്കാൻ എന്താണ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു 2 കസ്റ്റമറെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. 2 കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഒരു 2 പേസ്റ്റ് കൊടുക്കുന്ന പുതിയ കസ്റ്റമർ ഡെയിലി ഉണ്ടാകുക. ഇങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് 30 ദിവസം 60 കസ്റ്റമർ ആവും. ഇനി ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, 2 കസ്റ്റമറെ കാണാൻ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം നമ്മൾ 4 കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി. ഇങ്ങനെ ഡെയിലി 2 കസ്റ്റമർ, പേസ്റ്റ് എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, എന്ത് പ്രൊഡക്റ്റ് ആയാലില്ല, 2 കസ്റ്റമറെ കാണാൻ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ദിവസം 2 പേസ്റ്റ് വിറ്റാല് പിന്നെ 2, 3 ദിവസം ഒരു കച്ചവടത്തിന് നമ്മൾ പോകില്ല. കാരണം ആ ഈ ഒരു ആവേശത്തില് അത് ₹190 നമുക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മള് എല്ലാം വിജയിച്ച് എന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ ഏഹ്, അഭിനയം. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നമുക്ക് 2 കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ₹1000 പർച്ചേസ് ആകാം, 2000-ൻ്റെതാകാം, അതല്ലെങ്കിൽ എത്രയായാലില്ല. ഒരു 2 പേസ്റ്റ് ആയാൽ മതി. ആ 2 കസ്റ്റമറെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ 30 ദിവസം കൊണ്ട് 60 കസ്റ്റമറെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു 100 ദിവസമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ 200 കസ്റ്റമർ ഉണ്ടായിരിക്കും. അപ്പൊ 200 ദിവസമല്ല, ഒരു 2 വർഷമായിട്ടുണ്ടെങ്കിൽ 10 എത്രയാ 2 വർഷത്തേക്ക് 350, 700, ഒരു 1500 കസ്റ്റമർ നമുക്കുണ്ടായിരിക്കും. ഡെയിലി നമ്മൾ 2 കസ്റ്റമറെ കണ്ടെത്താം. അപ്പൊ ചിലർ പറയാണ് നമുക്ക് ആള് ഉണ്ടാവില്ലല്ലോ. ഒരാൾക്ക് ഒരു ദിവസം ഒന്ന് കൊടുത്താൽ പിന്നെ നമ്മളെ നാട്ടിലുള്ള ആള് തീർന്ന പോലെ എന്നുള്ള ഒരു വിചാരം ആർക്കും കൊണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചിന്താഗതി ആർക്കും കൊണ്ടോ? ആള് തീർന്നു പോകുന്നുള്ള പലപ്പോഴും പലരും പറയാന്ന് ഇത് ആളങ്ങ് തീർന്ന പോലെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയില് 140 കോടി ജനങ്ങളുണ്ട്. ഇനി പോട്ടെ, നമ്മുടെ സ്വന്തം വാർഡിൽ സ്വന്തം വാർഡിൽ എത്ര എത്ര വ്യക്തികള്, ഒരു 1000 പേരുണ്ടാവും ഒരു വാർഡില് മിനിമം. അങ്ങനെയാണെങ്കിൽ എത്ര വ്യക്തികള് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഒരു വാർഡിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ എത്ര പേരുണ്ടാകും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജില്ലയില്, താലൂക്കില്, ജില്ലയില് എത്ര പേരുണ്ടാവും? നമുക്ക് പരിചയമുള്ള, ഇനി വേണ്ട നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര കോൺടാക്ട്സ് ഉണ്ട്? 1000 കോൺടാക്ട്സ് ഇല്ലാത്ത ഒരാളും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 1000 വ്യക്തികളിൽ ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ നമുക്ക് കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആള് തീർന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരാളെ, ഇപ്പൊ ഞാൻ അനന്തേട്ടനെ കാണാം. അപ്പൊ അനന്തേട്ടന് ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. ആ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ അനന്തേട്ടന് പ്രൊഡക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. 95 ആണ് കൊടുത്തത്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കോൺടാക്ട്സുകൾ എഴുതിയെടുക്കുകയാണ്. അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യമില്ലാന്ന് വിചാരിച്ചോ. അദ്ദേഹം ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് പറയാ, നിങ്ങൾക്ക് ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടല്ലോ. ഈ റിസൾട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുമല്ലോ. അപ്പം പറയും, ആ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു 10 കോൺടാക്ട്സ്, അല്ലെങ്കിൽ ഒരു 20 കോൺടാക്ട്സ് നമ്മൾ എഴുതിയെടുക്കുക. ഈ 20 കോൺടാക്ട്സിലും അനന്തേട്ടൻ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ആ കച്ചവടം ശരിയാക്കാൻ പറ്റില്ലേ? ആ 20 കോൺടാക്ട്സിൽ ഒരു 10 ആളെ നമുക്ക് നമ്മുടെ കസ്റ്റമറാക്കി മാറ്റാൻ പറ്റിയാൽ ഈ 10 പേരിൽ നിന്ന് ഓരോരുത്തരോടും, അവരും ബിസിനസ് ചെയ്യാൻ വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ 10 പേരിൽ നിന്ന് വീണ്ടും നമുക്കൊരു 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ 100 ആയില്ലേ? ഇങ്ങനെയല്ലേ അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു പണി മാത്രമേ നമ്മൾ എടുക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ എളുപ്പമാണ് ഈ ബിസിനസ് എന്നുള്ളതാണ്. പക്ഷേ ചെയ്യേണ്ട പണി വളരെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ, നാളേക്ക് വെക്കാതെ ഇന്നേക്കുള്ളത് ഇന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ
നമുക്കെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ GTSൽ എപ്പം കേൾക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം എന്നുള്ള. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ നല്ല റിസൾട്ട് ഉള്ളവരാണ്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വളരെ നല്ല അനുഭവമുള്ള ആൾക്കാരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസം വരുന്ന ഒരു മേഖലയാണ് അനുഭവത്തിലൂടെയുള്ള വിശ്വാസം. അനുഭവത്തിലൂടെ വിശ്വസിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പഠിച്ചുകൊണ്ടുള്ള വിശ്വാസത്തെക്കാൾ, പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില വിശ്വാസങ്ങൾ വരുന്നുണ്ട്. അതിനേക്കാൾ 10 മടങ്ങ് വലുപ്പമാണ്, 10 ഇരട്ടി ഉണ്ടാകും ആ അനുഭവത്തിലൂടെയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ്, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന 24 ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ. ക്വാളിറ്റി എന്ന് പറയുന്നത് നോ കോംപ്രമൈസ് ആണ്. അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി വളരെ 100% പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള കമ്പനികളെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. മറ്റ് പല കമ്പനികളും നമ്മുടെ നാട്ടിലുണ്ട്. നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇനി പ്രൊഡക്റ്റിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്ത കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഞാൻ പറഞ്ഞത് MI ലൈഫ് സ്റ്റൈലില് ഈ പറയുന്ന നമ്മള് GTS കേൾക്കുന്ന ഒരു ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 6 ക്വാളിറ്റി ലക്ഷണങ്ങളിൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. മറ്റു കമ്പനികളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എല്ലാം ഒരുപോലെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ പിന്നെ ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നല്ല മാനേജ്മെന്റ് ആയിരിക്കണം. നല്ല മാനേജ്മെന്റ് അതൊരു പ്രധാനപ്പെട്ട ഘടക. നല്ല പവറുള്ള മാനേജ്മെന്റ്. നമുക്കറിയാം MI ലൈഫ് സ്റ്റൈലിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 2001 മുതൽ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണ്. 2007 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ പാരന്റ് കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മാനേജ്മെന്റിനെ ശക്തമായി നമുക്കറിയാം. അന്ന് മുതൽ ഇന്റർനാഷണൽ ട്രിപ്പുകളും അതുപോലെ തന്നെ എങ്ങനെ ഒരു മാർക്കറ്റിംഗ് കമ്പനി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായ ഒരു അവബോധമുള്ള ഒരു മാനേജ്മെന്റ് ആണ്. മാത്രമല്ല ഒരുപാട് കപ്പാസിറ്റി ഉള്ള ഒരു മാനേജ്മെന്റ് ആണ്. നല്ല കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ബിസിനസ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ അതിന്റെ സാമ്പത്തികമാണ്. അതായത് പിന്നെ അതിനെ പിടിച്ചു നിർത്തുന്നത്, അതിന്റെ പിൻബലം എന്ന് പറയുന്നത് അതിന്റെ സാമ്പത്തിക ഭദ്രത. ആ സാമ്പത്തിക ഭദ്രതയുള്ള ഏറ്റവും കോടിക്കണക്കിന് ആസ്തിയുള്ള മഹാവീർ മെറ്റൽസ് എന്ന് പറയുന്ന വലിയ ഒരു ഇരുമ്പുരുക്ക് വ്യവസായ രംഗത്തെ പ്രമുഖരാണ്. ടാറ്റ പോലുള്ള കമ്പനികൾക്കൊക്കെ ഇരുമ്പ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഈ MI ലൈഫ് സ്റ്റൈലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സമയത്തും ഒരു കാലത്തും എന്തില്ല, സാമ്പത്തിക ഭദ്രതയിൽ ഒരു അനക്കവും ഉണ്ടാവാത്ത കമ്പനിയാണ് നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല മിഷനുണ്ട്. അതായത് എങ്ങനെ, അപ്പൊ 2030 വരെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ഈ കൂടെ വരുന്ന വ്യക്തികളെ എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിലേക്ക് പോകണം, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ പിൻ ടു പ്ലെയിൻ മാർക്കറ്റ് ചെയ്യാൻ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇറക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മാത്രമല്ല, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് വിങ്ങുകളെ നമ്മുടെ സയന്റിസ്റ്റുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിനെ വിലക്കെടുത്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ഥലത്തും നമ്മൾ പിന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല ലീഡേഴ്സാണ്. നല്ല ലീഡേഴ്സാണ് നമുക്ക് ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. നമുക്കറിയാം, നമ്മളെ
പ്രൊട്ടക്ട് ചെയ്യുന്ന ലീഡേഴ്സ് നിങ്ങളെ തൊട്ട അപ്ലൈനായാലും അതുപോലെ തന്നെയുള്ള ആ ഒരു നെറ്റ്വർക്ക് കൃത്യമായി നമ്മൾ ആ ചാനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലീഡേഴ്സാണ് നമ്മളെ ആ, സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഡേഴ്സിൽ നമുക്ക് ഇവിടെ വിശ്വസിക്കാൻ പറ്റും. പലപ്പോഴും പല വ്യക്തികളും ഈ ബിസിനസ് വിട്ടുപോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തൊട്ട ലീഡേഴ്സ് ശരിയില്ല, ലീഡേഴ്സ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നില്ല. കമ്പനി ഒക്കെയാണ്, പ്രൊഡക്റ്റ് ഒക്കെയാണ്, എല്ലാം ഒക്കെയാണ്, പക്ഷെ ലീഡേഴ്സ് ശരിയില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ബിസിനസ് പഠിച്ചെടുക്കാനുള്ള വേദി ഉണ്ടായിരിക്കണം. അതായത് എല്ലാം സാധാരണക്കാരാണ്, പുതുതായിട്ട് കടന്നു വരുന്നവർ വെറും സാധാരണക്കാരായ ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യണം, ഇവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. അവിടെയാണ് ഹാർവസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി പോലും രൂപീകരിച്ചു. നമ്മൾ ആ അക്കാദമിയെ കുറിച്ച് നമുക്ക് തീരെ നമുക്കൊന്നും അറിയില്ല എന്താണ്. പക്ഷെ കൃത്യമായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതിന് കൃത്യമായി നമുക്ക് പഠിച്ചെടുക്കാനുള്ള വേദി ഇപ്പൊ ഹാർവസ്റ്റ് സക്സസ് അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ജൂൺ 1-ാം തീയതി എനിക്ക് തോന്നുന്നത് അനൂപ് സാറുടെ ഒരു ട്രെയിനിങ്, പ്രൊഡക്റ്റ് ട്രെയിനിങ് വരുന്നുണ്ടല്ലോ, അതും ഈ ഒരു അക്കാദമിയുടെ ഭാഗമാണ്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ GTS സെന്ററുകൾ, ജില്ലകൾ തോറും കമ്പനി നടത്തുന്ന GTS സെന്ററുകൾ, ഇവിടെ നമുക്ക് എന്താ ഒരു ചെലവില്ല, അവിടെ പോവാ. ഇപ്പൊ കണ്ണൂരാ പോകുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരാളെ പ്രോഗ്രാം കൽപ്പിക്കാൻ പറ്റും. അത് കമ്പനി ഒരുക്കുന്ന ഒരു, നമ്മൾ പോയില്ലെങ്കിലും അവിടെ പരിപാടികൾ നടക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും പരിപാടിയാണ് നടക്കും, എല്ലാ ചൊവ്വാഴ്ചയും കോഴിക്കോട് പരിപാടി നടക്കും. നമുക്ക് സമയമുള്ള സമയത്ത് നമ്മൾ പോകാറുള്ളൂ, പക്ഷെ അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അക്കാദമി നമ്മുടെ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ. ഒരു ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അതിന്റെ പ്ലാനാണ്, അതിന്റെ ബിസിനസ് പ്ലാനാണ്. കൂടെ വരുന്നവരെ സംരക്ഷിച്ചുകൊണ്ട്, കൂടെ വരുന്നവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി പ്ലാൻ. അത് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ മറ്റ് കമ്പനികളുടെ പ്ലാനൊക്കെ എടുത്താല് അവിടെയൊക്കെ ഉള്ളത് കൂടെ വരുന്നവരുടെ വരുമാനത്തിൽ നിന്ന് 1% മാറ്റി വെച്ചുകൊണ്ട് അപ്ലൈൻ ലീഡർക്ക് വരുമാനം കൊടുക്കുന്ന ഒരു സംവിധാനം മറ്റ് കമ്പനികളിലുണ്ട്. സൺഫ്ലവർ പ്ലാൻ പോലുള്ള പ്ലാനുകൾ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അച്ചീവ്മെന്റ് കൂടാത്തത്. അച്ചീവ്മെന്റ് കൂടാനുള്ള ഏറ്റവും നല്ല പ്ലാന് ബൈനറി പ്ലാനാണ്. അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ബൈനറി ആണ് കമ്പനി ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിനി കൂടുതൽ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. 6:51 എന്റെ എൻഡിങ് ടൈം എത്രയാന്ന് എനിക്കറിയില്ല. എന്നാലും 7 മണിയാകുമ്പോൾ നമുക്കൊക്കെ മറ്റു പല സ്ഥലങ്ങളിലും ഫീൽഡിലൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മള് പിന്നെ ഈ ബിസിനസ്സിൽ തുടക്കക്കാർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പെയർ മാച്ചിങ് ഇൻകം കൂടുതലായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഏത് ആള് വന്നാലും തുടക്കത്തിൽ 10,000 മാച്ച് ചെയ്താൽ 1,200 നമുക്ക് കിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 1,00,000 2,10,000 കിട്ടണമെന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ വരുമാനങ്ങളെ കിട്ടൂ. ആ സമയത്ത് നമ്മൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് കൃത്യമായി ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം റീറ്റെയിലിലൂടെയാണ് പുതിയ ആൾക്കാർ ഈ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത്. റീറ്റെയിൽ എന്ന് പറയുന്നത് സ്ഥിര വരുമാനമല്ല. റീറ്റെയിൽ നമ്മൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു ആക്റ്റീവ് ഇൻകം ആണ്. ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനമാണ്. പക്ഷെ അതിലൂടെ നമ്മൾ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട്, പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് കൂടുതൽ പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ പറ്റും. പിന്നീട് ഹോൾസെയിൽ കമ്മീഷൻ എന്ന രീതിയിൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്